അമേരിക്കയിൽ പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ച് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലിത്ത മോർ അത്തനാസിയസ് യോഹാന ഗുരുതര പരുക്ക്. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി ഡാലസിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മധു കൊട്ടാരക്കൽ ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെ ഇപ്പോൾ? ഗോകുൽ, ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപകനും ആയ ഡോക്ടർ KP യോഹന്നാനാണ് ഇന്ന് അമേരിക്കയിൽ ഡാലസിൽ വെച്ച് വാഹനമിടിച്ച് പരിക്കേറ്റത്. ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രഥമ ബിഷപ്പും ഇപ്പോൾ മാർ അത്താനേഷ്യോസ് യോഹാൻ മെത്രാപ്പൊലിത്ത എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹം പ്രഭാത നടത്തത്തിനിടയിലാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഡാലസ് മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്നത്. ഗുരുതരാവസ്ഥയിലാണെന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സഭയുമായി ബന്ധപ്പെട്ടുള്ള ആരുമായിട്ട് നമുക്ക് ഇതുവരെ അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുമില്ല. വാഹനത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. വാഹനം ഏതാണെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 4 ദിവസമായതേ ഉള്ളൂ ഡാലസിൽ എത്തിയിട്ട്. സാധാരണ നിലയിൽ ഡാലസിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ വലിയൊരു ക്യാമ്പസ് ആണുള്ളത്. ആ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് അദ്ദേഹം നടക്കാറുള്ളത്. എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി പുറത്ത് റോഡിലേക്ക് നടക്കുവാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ ഈ വാഹനം ഇടിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തത്. ഈ മെയ് മാസം 29-ാം തീയതി ബിലീവേഴ്സ് ചർച്ചിന്റെ ഈ 500 ഏക്കറോളം പരന്നു കിടക്കുന്ന ഡാലസിലെ ക്യാമ്പസിൽ വെച്ച് പ്രവർത്തന മേഖലയിലൊക്കെ വിജയം കൈവരിച്ച മലയാളികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കൂടിയാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയത്. ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രഭാത നടത്തത്തിനിടെയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലിത്ത മോർ അത്തനാസിയോസ് യോഹാന് ഗുരുതരമായി പരിക്കേറ്റത്.